കുറേ ദിവസമായിട്ട് പറയും കേട്ടോ, കാർത്തു മുടി വെട്ടണം എന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ചോദിച്ചാൽ എൻ്റെ കുറച്ച് സമയം അവൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ ഞാൻ കൊണ്ടുപോയി എൻ്റെ അടുത്താകുമ്പോൾ മിണ്ടാതിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോയത് ബാലരവരുടെ ഫേസ് ലുക്കിലേക്കാണ്. അവിടെ നിന്നാണ് ഞാനും ഇപ്പോൾ സ്ഥിരമായിട്ട് ഹെയർ കട്ട് ചെയ്തത്. അവിടെ പോയപ്പോൾ തൊട്ട് ജാസിയുടെ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ജാസിയുടെ വീഡിയോ പ്ലേ ചെയ്ത് കൊടുത്തു. അങ്ങനെ അത് കണ്ടതുകൊണ്ട് മിണ്ടാതെ അങ്ങ് ഇരിക്കുക കേട്ടോ. ഷോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ഷോപ്പാണ്. നമ്മൾ പോയപ്പോഴും നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഇവള് വീഡിയോ ഇട്ട് കൊടുത്തുകൊണ്ട് മിണ്ടാതെ ഇരുന്നുണ്ട്, എങ്ങോട്ടും നോക്കുന്നില്ല. അവിടെ നേരെ ആളൊഴിഞ്ഞപ്പോൾ ഞങ്ങളോട് വന്ന് പറഞ്ഞു ആളൊഴിഞ്ഞിട്ടുണ്ട് വന്നിരിക്കുക. അങ്ങനെ ഞാൻ ഇവളെ കൊണ്ട് ഹെയർ കട്ട് ചെയ്യാൻ പോയി. അവിടെ മൊബൈൽ ഓണാക്കി കൊടുത്തുകൊണ്ട് അതും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും നല്ല സന്തോഷത്തിൽ. അങ്ങനെ ഹെയർ കട്ട് ചെയ്ത് നമ്മുടെ കാർത്തൂൻ്റെ ലുക്ക് ഇതാണ്, ബാക്ക് സെറ്റ് ഇതാണ്, നല്ല ഭംഗിയില്ലേ. അവിടെ മുടി കട്ട് ചെയ്ത് വിളിക്കും നാണത്തോട് നാടൻ കൊഞ്ചലും കുഴയിലും ഒക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ എടുത്തിറക്കാന്ന് പറഞ്ഞാൽ പടിയില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങും കേട്ടോ. ഒറ്റയ്ക്ക് അത്രയും വലിയ പടികൾ കാലെടുത്ത് വെച്ച് പിടിച്ച് മെല്ലെ ഇറങ്ങുക. എന്ത് പണിയും അവൾക്ക് ഒറ്റയ്ക്കാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാനായാലും കുളിക്കാനായാലും എല്ലാം അവൾക്ക് സ്വന്തമായിട്ട് അങ്ങ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു.